യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 5-ാം വാക്യം. ഹായി പട്ടണക്കാർ അവരിൽ 36ഓളം പേരെ കൊന്നു. അവരെ പട്ടണവാതിക്കൽ തുടങ്ങി ശെമാരിയും വരെ പിന്തുടർന്നു. മലഞ്ചരിവിൽ വെച്ച് അവരെ തോൽപ്പിച്ചു. അതുകൊണ്ട് ജനത്തിന്റെ ഹൃദയം ഉരുകി വെള്ളം പോലെയായി തീർന്നു. ജനത്തിന്റെ ഹൃദയം ഉരുകി വെള്ളം പോലെയായി. ആഖാൻ ചെയ്ത പാപത്തിന്റെ പരിണിത ഫലമായി അവർ തോറ്റ് തുന്നമ്പാടി വന്ന കാഴ്ചയാണ് ഹായി പട്ടണത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആ വിഷയത്തെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, അവരെ തോൽപ്പിച്ച തോൽവി കണ്ടിട്ട് ജനത്തിന്റെ ഹൃദയം ഉരുകി വെള്ളം പോലെയായി. പാപം ഉള്ളിലിരിക്കുമ്പോൾ പരാജയങ്ങൾ സംഭവിക്കുന്നത് സ്വാഭാവികമാണ്. ആ പരാജയങ്ങൾ ദൈവത്തിനു മുമ്പാകെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ, ദൈവത്തിനു മുമ്പാകെ കരയുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ എങ്ങനെയായിരിക്കണം എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വെള്ളം പോലെ ഉരുകിപ്പോകുന്ന ഒരവസ്ഥയാണ്. നമ്മുടെ പാപങ്ങളെ ദൈവത്തിനു മുമ്പാകെ തുറന്ന് സമ്മതിക്കണം. ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്ന ഒരു ആർദ്രതയുടെ ഹൃദയം ഉണ്ടാകണം. ജനത്തിന് അതുണ്ടായി. അവരുടെ ഹൃദയം വെള്ളം പോലെ പകരുവാനിടയായി. നമ്മുടെ ഈ പാപങ്ങളെ ഓർത്ത് ദുഃഖിക്കുവാനും വിലപിക്കുവാനും പ്രലാപിക്കുവാനും ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ.